ഞങ്ങളുടെ ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് പല അസറ്റ് രജിസ്റ്ററിൽ എഴുതി അത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും ഇനി ഞങ്ങൾ വിശദമായിട്ടുള്ള മറുപടി കൊടുക്കുമ്പോൾ പലതും മാറിപ്പോകും. അതാണ് ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ച പലയിടത്തുനിന്നും സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. ഇനി കിട്ടാനുള്ളത് അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപയാണ്. അത് കിട്ടും. അതിൻ്റെ GST അടച്ചു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെ തിരിച്ചു കിട്ടും. അത് നടപടികൾ എടുത്തുകൊണ്ടിരിക്കും. അന്നേ പറഞ്ഞതാണ് ദേവസ്വം ബോർഡല്ല, ദേവസ്വം ഫ്രോഡാണെന്ന്. തത്വമസി എന്നാൽ സഖാക്കൾക്ക് അത് നീയാകുന്നു എന്നല്ല, അതെല്ലാം എൻ്റേതാകുന്നു എന്നാണ്. സന്നിധാനത്തെ സ്വർണവും പമ്പയിലെ പണവും അടപടലം അടിച്ചുമാറ്റി പോക്കറ്റിലാക്കിയ കട്ടസഖാക്കളുടെ കെട്ടകാലത്ത് എന്തൊക്കെ കേട്ടു നമ്മൾ. ആഗോള സംഗമത്തിൻ്റെ പേരിൽ ഭൂലോക തട്ടിപ്പ് നടത്തിയോർ ഉരുണ്ടുമെഴുകി ചുരുണ്ടു കിടപ്പാണ്. ഓഡിറ്റ് റിപ്പോർട്ട് നിറയെ തെറ്റുകൾ കയറിക്കൂടിയെന്നാണ് K. ജയകുമാർ മൊഴിയുന്നത്. അടങ്ങാത്ത അയ്യപ്പ ആരാധനയാൽ പാടാത്ത നന്ദഗോവിന്ദം ഭജൻസിനും കഴിക്കാത്ത അത്താഴത്തിനും കിടക്കാത്ത കട്ടിലിനും വരെ പണം പുട്ടടിച്ചോരെ. വിവാദങ്ങൾ ഇത്രമേൽ വെന്തുനീറിയിട്ടും കുലുക്കമില്ലെന്നോ നിങ്ങൾക്ക്? ഊരാളുങ്കൽ ഊതി വീർപ്പിച്ച കണക്കുകളെങ്കിൽ ഇനിയും അവരെ നികുതിപ്പണം കൊണ്ട് ഊരു ചുറ്റിക്കണോ? ഇടതുവശത്തെ കള്ളന്മാരിൽ PS പ്രശാന്തിന് എത്ര മാർക്ക്? ശരണമെൻ്റെ അയ്യപ്പ.